രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര 12ാം ദിവസത്തിൽ. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ന് യാത്രയുടെ ഭാഗമാകും. സീതാമഹർഷിയിലാണ് അഖിലേഷ് യാദവ് പങ്കെടുക്കുക. നിതൻ സുമോദ് വിവരങ്ങൾ നൽകും. സുമോദം, ഇന്ന് ഏതൊക്കെ നേതാക്കളാണ് യാത്രയുടെ ഭാഗമാകുന്നത്? അനിഷ, ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വോട്ടറാധികാർ യാത്രയുടെ ഭാഗമായിരിക്കുകയാണ്. അഖിലേഷ് യാദവാണ് ഇന്ന് UP മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് ഇന്ന് ഈ യാത്രയുടെ ഭാഗമാകുകയാണ്. ഇന്നലെ യാത്രയുടെ ഭാഗമായത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനായിരുന്നു. അതിനു മുമ്പ് ആയിരുന്ന പലരും വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയോടൊപ്പം ചെയ്തു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. RJD നേതാവ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തേജസ്വി യാദവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് കാര്യം. അദ്ദേഹം ഈ വോട്ടട്ടിമറി, വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഈ ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പുറത്തു മാറിയിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മമതാ ബാനർജി ഈ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് കണ്ടറിയേണ്ടത്. സാധാരണ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒപ്പത്ത് വേദി പങ്കിടാനോ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഒരു ഭാഗമാകാനോ മമത ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായി മമതയെ കൂടി ഈ യാത്രയുടെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. വെസ്റ്റ് ചമ്പാരനിലാണ് ഇന്ന് യാത്ര അവസാനിക്കുക.